മഹാരാജാവേ, അങ്ങേക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു. പുറത്തൊരു മഹാമുനി കാത്തു നിൽക്കുന്നു. ഇതിനെ അകത്തേക്ക് ക്ഷണിച്ചാലും ആരല്ലേ തിരിക്കാൻ ഇപ്പഴും തയ്യാറാക്കിയാലും മഹാരാജൻ അങ്ങനെ ദീർഘകാലം ജനതമ്മ ലക്ഷ്യമാക്കി നാടുവാഴാൻ ഇടവരട്ടെ. മംഗൾ കണ്ടിട്ടില്ലല്ലോ. കാരണം എന്താണ്? മഹാരാജൻ, ഞാൻ അസിതമുനി. അങ്ങ് ഹിമാലയത്തിലാണ് താമസം. അങ്ങേക്കൊരു മകൻ പിറന്നുമില്ലായിരുന്നു. അവനെ കാണാനാണ് ഞാൻ വന്നത്. മഹാമുനി ഒന്ന് ഇറങ്ങുകയാണ്. അല്പനേരം കാത്തിരിക്കാമല്ലോ. ഇത്രയൊക്കെ കൂടുതൽ നേരം ഉറങ്ങാറില്ല. രാത്രിയിലെ ഉണർന്നിരിക്കുകയാണ് പതിവ്. സിദ്ധാർത്ഥ ഗൗതമൻ. എന്തൊരു അത്ഭുതം! സംശയമില്ല, ഈ വ്യക്തി തന്നെയാണ് ഇപ്പോൾ ലോകത്ത് അവതരിച്ചിരിക്കുന്നത്. മഹാറാണി, അങ്ങയുടെ പുത്രന്റെ ദൗർഭാഗ്യത്തെ ഓർത്താണ് ഞാൻ ദുഃഖിക്കുന്നത്. എന്റെ ദൗർഭാഗ്യത്തെ ഓർത്താണ് ഞാൻ ദുഃഖിക്കുന്നത്. അങ്ങ് എന്താണ് പറയുന്നത്? മഹാരാജൻ, അങ്ങയുടെ ഈ പുത്രൻ ബോധ്യം ലഭിച്ച് ബുധനായി തീരും. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ധർമ്മചക്രത്തിന്റെ സിദ്ധാന്തം അവതരിപ്പിക്കും. ബുദ്ധനോ? അങ്ങ് എന്താണ് പറയുന്നത്? അതേ മഹാരാജൻ, ഈ പുത്രൻ ജ്ഞാനോദയത്തിലൂടെ അസംഖ്യം ജനങ്ങൾക്ക് സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും സന്തോഷകരമായ ജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങ് പറയുന്നത് എന്റെ കുഞ്ഞ് തിരുമെന്നാണോ? അതേ മഹാരാജൻ, ലോകത്തെ അപൂർവം ചില പുഷ്പങ്ങൾ അപൂർവം ചില സമയങ്ങൾ വിരിയുന്നത് പോലെ അനേകം ജന്മചക്രങ്ങൾക്കിടെ പുത്രന്മാർ അവതരിക്കാറുണ്ട്. അത് വാസ്തവമാണ്. അപ്പോൾ അത് ഋതുജ എന്തിനാണ്? എനിക്ക് വയസ്സോ, ഞാൻ പടി വൃദ്ധനോ. സിദ്ധാർത്ഥ ഗൗതമൻ ബുധനായി തീരുമ്പോൾ അത് കാണാൻ എനിക്ക് കഴിയില്ല. ബുധന്റെ ധമ്മോപദേശം, സിദ്ധാന്തം, വാക്കിലും ആശയങ്ങളും സമഗ്രവും വ്യക്തവുമായിരിക്കും. മഹാരാജൻ, അങ്ങും അങ്ങയുടെ ഈ പത്നിയും കുടുംബവും രാജ്യവും വളരെ ഭാഗ്യം ചെയ്തവരാണ്. ഞാൻ പോയി വരട്ടെ. മംഗളം. ശാക്തി സംഘത്തിന്റെ നിയമപ്രകാരം 20 വയസ്സ് തികഞ്ഞ എല്ലാ ശാക്തിമാരും ശാക്തി സംഘത്തിന് അംഗമായിരിക്കണം. ശാക്യകുലത്തിലെ സുഗോപന മഹാരാജാവിന്റെ മകൻ സിദ്ധാർത്ഥന് 20 വയസ്സ് തികഞ്ഞിരിക്കുന്നു. സംഘത്തിലെ അംഗമാകാൻ സർവയോഗ്യനാണ്. അദ്ദേഹത്തെ ശാക്യ സംഘത്തിൽ അംഗമാക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? സേനാപതിയുടെ ഈ അഭിപ്രായത്തോടെ ശാക്യസംഘമായി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ആർക്കും എതിരഭിപ്രായമില്ലാത്തതിനാൽ ശാക്യസംഘത്തിൽ സിദ്ധാർത്ഥ ഗൗതമനെ അംഗമായി അംഗീകരിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥകുമാരൻ എഴുതിയിരുന്നാലും സംഘത്തിൽ അംഗമായതിനാൽ ഉമ്മാരി ചില ഗുണങ്ങളിൽ ലഭ്യമായി മനസ്സിലായി പ്രഭു. സംഘത്തിൽ അംഗമായതിനാൽ ഉമ്മാരി ചില കടപാട് കൂടിയുണ്ട്. അവ എന്തെന്നറിയാമോ?
കടമ അറിഞ്ഞുകൂടെ പ്രഭു. എന്തെല്ലാം വേണം അറിഞ്ഞാൽ കൊള്ളാം. ആദ്യം കടമകളുണ്ടെന്ന് പറഞ്ഞു തരാം. കുമാരന്റെ ശരീരവും മനസ്സും ധനവും ശാക്തി സംഘത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിക്കാം. കൂടാതെ സംഘയോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല. കുമാരന്റെ പേരിൽ ആരും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയ യാതൊരു കാരണവശാലും ദോഷാകുനാകരുത്. പകരം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക, അല്ലെങ്കിൽ അത് നിഷേധിക്കുക. ഈ കടമകൾ ഞാൻ അംഗീകരിക്കുന്നു. ഇനി ഒരു വ്യക്തിയെ സംഘത്തിൽ നിന്ന് പുറത്താകുന്ന കാരണം നാം പറഞ്ഞു തരാം. കുലപാതകം, മോഷണം, ബലാത്സംഗം, കള്ളസാക്ഷി പറയുന്നത് എന്നീ തെറ്റുകൾ ചെയ്യുന്നവരെ സംഘത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ്. നിയമങ്ങൾ പറഞ്ഞു തന്നതിന് അങ്ങയുടെ നന്ദിയുണ്ട്. അവയെ അക്ഷരം വരെ അനുസരിച്ച് കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സിദ്ധാർത്ഥകുമാരൻ ശാക്തി സംഘത്തിലേക്ക് സ്വാഗതം. ഒരു കൊലപാതകി മറ്റൊരു കൊലപാതകി ജന്മം നൽകാനാണ്. അപഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ സിദ്ധാർത്ഥ ഗൗതമൻ പറഞ്ഞു വരുന്നത് കോളിയരുമായിട്ടുള്ള യുദ്ധത്തോട് എതിർക്കുന്നു എന്നാണ്. അതെ, കോളിയരുമായുള്ള യുദ്ധം ചെയ്യാൻ സംഘം ധൃതി കൂട്ടരുത്. ആരാണ് കുറ്റവാളിയെന്നറിയാൻ ഒരു അന്വേഷണം ആവശ്യമാണ്. രണ്ടു കൂട്ടത്തിലും കുറ്റവാളികളുണ്ട്. ശരിയാണ് സിദ്ധാർത്ഥ ഗൗതമൻ പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിലും കുറ്റവാളികൾ ഉണ്ടാകാം. പക്ഷേ ആദ്യം വെള്ളം കിട്ടേണ്ടത് നമുക്കാണെന്നുള്ള വസ്തുത സിദ്ധാർത്ഥൻ മറന്നുകൂടാ. നമ്മൾ തീർത്തും നിരപരാധികളുടെ കുറ്റം വഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പുതിയ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. അവർ പ്രശ്നം പരിഹരിക്കട്ടെ. സിദ്ധാർത്ഥകുമാരൻ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു. സേനാപതിയുടെ പ്രമേയവും സിദ്ധാർത്ഥകുമാരന്റെ അഭിപ്രായവും രണ്ടായതിനാൽ സംഘത്തിന്റെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇരുവരുടെയും അഭിപ്രായങ്ങൾ വ്യത്യാസമായതിനാൽ യുവതിന്റെ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുകയാണ്. സംഘത്തിന്റെ ഭൂരിപക്ഷ അഭിപ്രായം സേനാപതിയുടെ പ്രമേയത്തെയാണ് പിന്നാകിയിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇതിനെ അംഗീകരിക്കരുത്. സംഘത്തിന് ഞാൻ യാചിക്കുന്നു. കോളിയരും ഷാക്കിനും അടുത്ത ബന്ധുക്കളാണ്. അവർ പരസ്പരം നശിക്കുന്നത് ബുദ്ധിമുട്ടൊന്നല്ല. സിദ്ധാർത്ഥകുമാരൻ ഒരു വീരനെ പോലെ ചിന്തിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അതെ, യുദ്ധത്തിൽ ബന്ധുക്കളും അന്യരുമെന്ന വ്യത്യാസം ശാക്തി സംഘത്തിനില്ല. രാജ്യത്തിന് വേണ്ടി കൂടപ്പിറപ്പിനോട് പോലും യുദ്ധം ചെയ്യാൻ അയാൾ തയ്യാറായിരിക്കണം. ശത്രുത കൊണ്ട് നശിപ്പിക്കാനാവില്ലെന്നും സ്നേഹം കൊണ്ട് മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പഠിച്ചിട്ടുള്ള ധർമ്മം ഇതാണ്. തദ്ദേശത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയല്ല ഇപ്പോൾ ആവശ്യം. സംഘത്തിന്റെ തീരുമാനമാണ് സിദ്ധാർത്ഥൻ എതിർക്കുന്നത്. സേനാപതിയുടെ പ്രമേയത്തെ സംഘം ഏറ്റെടുത്തുകഴിഞ്ഞിരിക്കുന്നു. ഇനി കോളിയരുമായ യുദ്ധം സംഘം ഉടൻ തന്നെ ചർച്ച ചെയ്ത് എല്ലാവരെയും അറിയിക്കുന്നതാണ്. പുരോഹിതൻ പറഞ്ഞതുപോലെ 20-നും 50-നും ഇടയിലുള്ള എല്ലാ ശാക്യന്മാരും നിർബന്ധമായും ആയുധം കയ്യിലെടുക്കണം. അതാണ് സംഘത്തിന്റെ ഉത്തരവ്. സംഘത്തിന്റെ ഉത്തരവിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് ഭൂരിപക്ഷ പിന്തുണയുണ്ട്. ഞാൻ നിങ്ങളുടെ സൈന്യത്തിൽ ചേരുകയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതല്ല. സിദ്ധാർത്ഥ, താങ്കൾ എന്താണ് പറയുന്നത്? സംഘത്തിൽ അംഗമാവുമ്പോൾ കുമാരനടുത്ത പ്രതിജ്ഞ മറന്നുവോ? അതിനൊന്നു പോലും ലംഘിക്കുന്നത് അപമാനകരമാണ്. ശരിയാണ്. എന്റെ ശാക്തിമാരുടെ ത്യാഗത്തിന് വേണ്ടി എന്റെ ശരീരവും മനസ്സും ധനവും ഈ രാജ്യത്തിന് വേണ്ടി നൽകാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. സംഘത്തിന്റെ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ചേ മതിയാകൂ. കുമാര, ഒരു പക്ഷെ താങ്കൾ സംഘത്തിന്റെ തീരുമാനത്തെ എതിർക്കുകയാണെങ്കിൽ താങ്കളുടെ കുടുംബത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനോ താങ്കൾ സ്വത്തുമായി കണ്ടുകെട്ടുവാനോ ഉത്തരവിടാൻ സംഘത്തിന് സാധിക്കുന്നതാണ്. ദയവ് ചെയ്ത് എന്റെ കുടുംബത്തെ ശിക്ഷിക്കരുത്. അവർ നിരപരാധികളാണ്. ഞാൻ മാത്രമാണ് കുറ്റം ചെയ്തത്. അതിനുള്ള ശിക്ഷ ഞാൻ മാത്രമായി അനുഭവിച്ചുകൊള്ളാം. എങ്കിലെന്ത് ശിക്ഷ വേണമെന്ന് കുമാരൻ തന്നെ അറിയൂ. എന്നെ നാടുകടത്തുകയും തൂക്കിക്കൊല്ലുകയും വിധിച്ചോളൂ. നിങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്വയം തീരുമാനമെടുക്കാൻ കഴിയില്ല. രാജാവിന്റെ മുൻപിൽ സംഘമെടുത്ത നടപടിയായി മാറും. അതാണ് പ്രശ്നമെങ്കിൽ ഞാനൊരു കോമഡി പറയാം. ഞാനൊരു സന്യാസിയായി നാട് വിട്ടു പോയിക്കോളാം. അത് ഒരു തരത്തിലുള്ള നാടുകടത്തൽ തന്നെയായിരിക്കും. ഈ നിർദ്ദേശത്തോടെ ഞാൻ യോജിക്കുന്നു. ഈ നിർദ്ദേശത്തോടെ ഞങ്ങൾ യോജിക്കുകയാണ്. പ്രഭു, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ അനുവദിക്കണം. അനുവാദം തന്നിരിക്കുന്നു. സിദ്ധാർത്ഥകുമാരൻ വാക്ക് പാലിക്കുമെന്നും ഉടനടി വീട് വിട്ടു പോകുമെന്നും എനിക്കറിയാം. എന്നാൽ എന്റെ മനസ്സിൽ മറ്റൊരു പ്രശ്നം വലയടിക്കുന്നു. എന്താണ് താങ്കൾ മനസ്സിലായിരിക്കുന്ന പ്രശ്നം? കോളിയരുമായുള്ള യുദ്ധപ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമോ എന്നറിഞ്ഞാൽ കൊള്ളാം. കോളിയരുമായി നാം നടത്താനിരിക്കുന്ന യുദ്ധത്തെ കുറിച്ച് സംഘം ഒന്നുകൂടി ചർച്ച ചെയ്ത് എല്ലാവരെയും അറിയിക്കുന്നതാണ്. അങ്ങയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. നമ്മുടെ പുത്രൻ എന്തിനീ കടും വയ്ക്കാൻ സന്നദ്ധനായി
പക്ഷെ അത് നടന്നില്ല. ഒരു വിശ്വാസം തകർന്നതിന്റെ പേര് കാണും മകനെ നീ കടുത്ത തീരുമാനമെടുത്തത്. അല്ല മാതാവേ, സത്യവും നീതി ഒഴിവാക്കി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചുകൊള്ളാം. ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചില്ലല്ലോ. മഹാരാജാവ് നടത്തിയ ചോദ്യത്തിന് ഉത്തരം നൽകും മകനെ. തീരുമാനങ്ങൾ എടുക്കും മുമ്പ് എന്തുകൊണ്ട് നീ ഞങ്ങളെ കുറിച്ച് ഓർത്തില്ല? അതുകൊണ്ടാണ് മാതാവേ സന്യാസിയാകാൻ ഞാൻ തയ്യാറായില്ല. നമ്മുടെ ഭൂസ്വത്തുകൾ കണ്ടുകെട്ടുവാൻ ഉത്തരവിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കിട്ടേണ്ടി വരില്ലേ? നീ ഇല്ലെങ്കിൽ ഈ കുസത്ത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം മകനെ? നമുക്ക് നമുക്കുള്ള നാട് വിട്ടു പോകാം. ഞങ്ങളെ വിട്ടു പോകാൻ നിനക്ക് ഇങ്ങനെ മനസ്സ് വരുന്നത്? ഒരു വീരന്റെ മാതാവാണ് അമ്മ എന്ന് വിമാനിച്ചിരുന്നത്. ഇങ്ങനെ ദുഃഖിക്കുന്നത് ഒരു വീരമാതാവിന് ചേർന്നതല്ല. നീ എന്താണ് സിദ്ധാർത്ഥായി പറയുന്നത്? മാതാവേ, ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ദുഃഖിക്കേണ്ടി വരില്ലേ? ഇല്ല, ഒരു വീരൻ ചേർന്ന പ്രവൃത്തിയാണത്. നീ ഇപ്പോൾ പോകുന്നത് ആൾപ്പാർപ്പില്ലാത്ത വനത്തിലേക്കാണ്, വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക്. ഞങ്ങൾ എങ്ങനെ ഇവിടെ സമാധാനമായി കഴിയും? നീ പോകുമ്പോൾ ഞങ്ങളെയും കൂടി കൊണ്ടുപോകണം. അത് നടക്കുന്നുള്ള കാര്യമല്ല. എന്തുകൊണ്ട് നടക്കില്ല? നല്ല കുട്ടിയാണ് മാതാവേ. എന്റെ മകൻ രാഹുലൻ ജനിച്ചിട്ട് അധികം നാളായിട്ടില്ല. അവരെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അമ്മയ്ക്ക് എന്നോടൊപ്പം പോരാനാകുന്നു. നമുക്ക് കുടുംബത്തോടെ നാട് വിടാം. കോസുകളായി സമയം തേടാം. ഞാൻ സന്യാസിയാണെന്ന് യാഥാർത്ഥ്യമാകണം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കോസലായ കാര്യത്തിൽ ഞാൻ ശപഥം ചെയ്തു. എന്ത് ശബ്ദം? കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും. കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നതോ കോളിയെ കൊന്നെടുക്കുന്നതോ ഇതിലേതാണ് നല്ലത്? എന്തായാലും ബുദ്ധിമുട്ടണ്ട. കുറച്ചു കാലത്തേക്ക് യുദ്ധം മാറ്റിവെക്കാൻ ശാസ്ത്ര സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ യുദ്ധം നടക്കാനും വഴിയില്ല. അതുകൊണ്ട് മകനെ, നിനക്ക് കുറെ നാൾ കഴിഞ്ഞ് സന്യാസിയായാൽ പോലെ ഷാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ താമസിക്കാം. ഷാക്കന്മാരുടെ അനുമതി നേടാൻ നമുക്ക് ശ്രമിക്കാം. സന്യാസിയാകാൻ എന്റെ യാഥാർത്ഥ്യകാരം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കോസലായിട്ട് അറിയില്ല. നീ ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. നീ കൊട്ടാരം വിട്ടു പോകുന്നത് ഞങ്ങൾക്ക് അതിയായ വേദനയുണ്ട്. ഞാനൊരു ശബ്ദം ചെയ്യും, അത് നിറവേറ്റിയിട്ടില്ല. മാതാവും പിതാവും എന്നെ തടയിൽ എനിക്ക് അനുമതി നൽകി അനുഗ്രഹിച്ചാൽ സന്യാസിയായതിനോട് എന്റെ തീരുമാനത്തെക്കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? അങ്ങയുടെ സ്ഥാനത്ത് ഞാനാകുന്നുവെങ്കിൽ മറ്റെന്ത് ചെയ്യാൻ സാധിക്കും? കോളേരുമായി യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തിന് കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ല. യശോദരെ, നീ എന്റെ തീരുമാനത്തെ അനുകൂലിക്കുന്നു. ശരിയായ തീരുമാനമാണ് അങ്ങയുടെ. അതിനെന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഞാനും അങ്ങയോടൊപ്പം സന്യാസത്തിന് വന്നാണ്. എന്നാൽ രാഹുലിനെ നോക്കാൻ ആരുമില്ല. മാതാവും പിതാവും ദുഃഖത്തിലാണ്. അവരെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണം. എന്ത് പ്രശ്നമെന്നാലും നമുക്കത് ധൈര്യത്തോടെ നേരിടാം. അച്ഛനമ്മമാരെ കുറിച്ചോ പുത്രനെ കുറിച്ചോ ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ നോക്കിക്കൊള്ളാം. നിന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കണം. അങ്ങ് പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകുമ്പോൾ ആ പുതിയ ജീവിതശൈലി ലോകത്തിന് സന്തോഷം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അത് നടക്കും. ഇനിയുള്ള എന്റെ ജീവിതം ഇരുട്ടിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്കുള്ള വഴികാട്ടിയായിരിക്കും. യശോദരെ, ഞാൻ പോകുന്നു. അവസാനമായ ഒരു ആഗ്രഹം രാഹുലിനെ ഒന്ന് കാണണം.